പട്ടാമ്പി ഇതുവരെ കാണാത്ത ഒരു വമ്പൻ സംഭവവുമായി പട്ടാമ്പി പാലക്കാട് റോഡിലുള്ള മാക്സ് ഫോർ ഇക്കണോമി. അതിന്റെ ഭാഗമായി ഷോപ്പിലുള്ള എല്ലാ വസ്ത്രങ്ങളും പകുതി വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. KCB കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് തുറന്നു കൊടുത്തു. മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈദ്യുതി നിരക്ക് കൂട്ടാൻ മാത്രമല്ല കുറയ്ക്കാനും സർക്കാരിന് അറിയാമെന്നും വൈദ്യുതി ബോർഡിനെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. KCB കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷനാണ് പുതിയ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ മന്ത്രി കെ കൃഷ്ണൻകുട്ടി പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. താളമേളങ്ങളുടെ അകമ്പടിയോടെയാണ് മന്ത്രിയെ ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വീകരിച്ചത്. കൊപ്പം പഞ്ചായത്തിലെ കൊഴിഞ്ഞുപറമ്പ് പ്രദേശത്തെ 110 kV സബ്സ്റ്റേഷനോട് ചേർന്നാണ് KCBയുടെ പുതിയ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് ആരംഭിച്ചിരിക്കുന്നത്. KCB രംഗത്ത് ഭൗതിക സൗകര്യങ്ങൾ വലിയ തോതിലാണ് സർക്കാർ ഒരുക്കി വരുന്നതെന്ന് തുടർന്ന് നടന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി സൂചിപ്പിച്ചു. 27 ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളും 7 മിനി വൈദ്യുതി ഭവനുകളും ഇതിനകം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വൈദ്യുതി നിരക്ക് വർധനവ് ഇപ്പോൾ അനിവാര്യമായി വന്നിരിക്കുകയാണ്. നമുക്കാവശ്യമുള്ള വൈദ്യുതിയുടെ 70% പുറത്തുനിന്നുമാണ് വാങ്ങുന്നത്. വൈദ്യുതി ഉൽപ്പാദനത്തിന് പുതിയ പദ്ധതികൾ ആരംഭിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിനെ വിലങ്ങുതടിയെ നിൽക്കുന്നതെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ തീർത്തും ജനവിരുദ്ധമായ നിർദ്ദേശങ്ങൾ കാരണം വൈദ്യുതി നിരക്ക് ചെറിയ തോതിൽ നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരുന്നു. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ പോലും നോക്കുകുത്തിയായിക്കൊണ്ട് വൈദ്യുതി സർചാർജുകൾ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവന്നു. കൽക്കരി എത്തിച്ചാൽ ഓസ്ട്രേലിയയിൽ പോയി കൽക്കരി അരി എടുത്തു. കൽക്കരി അരി എടുത്ത് അതുകൂടെ ചെലവാകുന്നില്ല. എന്താ വെച്ചാൽ അതിനേക്കാളും ചീപ്പായിട്ട് നമ്മുടെ കൽക്കരി അരികളിൽ നിന്ന് കിട്ടും. അപ്പം തന്നെ ഒരു തീരുമാനം എടുത്തു 20% ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണം കേന്ദ്ര ഗവൺമെന്റ്. അത് നമ്മുടെ വില കൂടാൻ കാരണമായി. അത് ആരും പറയുന്നേയില്ല. നമ്മളിവിടെ ഒരു റുപ്യ ഒരു പൈസ വർദ്ധിപ്പിച്ചാൽ അത് വലിയ ചർച്ചയാകും. ഈ കൽക്കരി അരി ഇറക്കുമതി ചെയ്തിട്ട് അത് 20% ഇറക്കുമതി കൽക്കരി ഉപയോഗിക്കണമെന്നൊരു ഓർഡർ ഇട്ടപ്പോൾ അതിന്റെ ഫലമായിട്ട് ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുകയില്ല. വൈദ്യുതി ബോർഡിനെയും സ്വകാര്യവൽക്കരിക്കുവാനുള്ള നയങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. നിലവിൽ പൊതുമേഖലാ രംഗത്ത് നിലനിൽക്കുന്നത് കൊണ്ടാണ് വലിയ തോതിൽ സൗജന്യ വൈദ്യുതി നൽകുവാൻ ഇന്ന് കഴിയുന്നത്. ഇത് ഇല്ലാതാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമം. നിലവിൽ വൈദ്യുതി വർധനവ് അനിവാര്യമാണെങ്കിലും ഉൽപാദനം കൂടുന്നതിനനുസരിച്ച് വൈദ്യുതി കുറയ്ക്കുവാനും സർക്കാരിന് അറിയാമെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. ഉൽപാദനവും വിതരണവും നടത്താനുള്ള പുതിയ നിയമം വരാൻ പോവുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ നിലനിൽപ്പിന് തന്നെ അപകടത്തിലാണ്. ആ ഇലക്ട്രിസിറ്റി ബോർഡ് പോയാലേ പിന്നെ അതിന്റെ വില എന്താണെന്ന് അറിയാമോ? കാരണം പിന്നെ അവർ തോന്നിയ പോലെ വില കയറ്റി വിൽക്കാനും ഈ നഷ്ടം വന്ന ലാഭമൊക്കെ അവരെടുക്കാനും ശ്രമിക്കും. അതുകൊണ്ട് ഈ ഇലക്ട്രിസിറ്റി ബോർഡിനെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ക്രോസ് സബ്സിഡി കൊടുക്കുന്നു. പട്ടികജാതി പട്ടികവർക്കാർക്ക് ഫ്രീ കണക്ഷൻ കൊടുക്കുന്നു. 50 യൂണിറ്റ് വരെയുള്ളവർക്ക് ഫ്രീ കൊടുക്കുന്നു. 200 യൂണിറ്റുകൾക്ക് വളരെ ചുരുങ്ങിയ ചാർജേ ഉള്ളൂ. അതിനപ്പുറത്താണ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത്. അതൊക്കെ തന്നെ ഇല്ലാതെയാകും. അവർ അപ്പർ ക്ലാസ്സിലുള്ള ആളുകൾക്ക് മാത്രം ഇലക്ട്രിസിറ്റി വിതരണം നടത്തി അവർ ഒതുങ്ങുന്ന ഒരു സ്ഥിതിയാണ്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡ് നിലനിൽക്കേണ്ട ആവശ്യം അവർ കൃഷിക്കാർക്ക്. മുഹമ്മദ് മോഹസിൻ MLA ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. KCB ലിമിറ്റഡ് സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് V മുരുകദാസ്, പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ, കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ, വെളിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK ബേബി ഗിരിജ, കുൽക്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V രമണി, KCB ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ സജി പൗലോസ്, ചീഫ് എഞ്ചിനീയർ KS റിജിനി, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ മായ തമ്പാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം A സാബിറ, മറ്റു ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.